ജെബീസ് ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഹാർവെസ്റ്റിങ്ങും മഴയൊക്കെ കാരണം നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് പുതിയൊരു വീഡിയോ ഇടാൻ പറ്റിയത്. ഇന്ന് എൻ്റെ മത്സ്യക്കുളത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. വൃത്താകൃതിയിൽ ആർട്ടിഫിഷ്യലായി നിർമ്മിച്ചിരിക്കുന്ന ഒരു കുളമാണ് എൻ്റേത്. ഈ കുളത്തിന് 25 അടി ഡയമീറ്ററും 10 അടി താഴ്ചയുമുണ്ട്. ഈ കുളത്തിൻ്റെ മുകളിൽ നിന്ന് 2 അടി താഴ്ത്തി ഉള്ളിലേക്ക് 2 അടി വീതി സ്ലാബ് വാർത്ത് അതിൽ ഇഷ്ടിക കെട്ടി തേച്ച് മണൽ നിറച്ചിട്ടാണ് ഈ ചെടികളൊക്കെ വെച്ചിരിക്കുന്നത്. ഇത് വാട്ടർ പാം എന്ന ഒരു ചെടി, ഇത് വയമ്പ് എന്നൊരു ഔഷധ ചെടി, പിന്നെ ആഫ്രിക്കൻ പായൽ ഈ കുളത്തിലുണ്ട്. ഈ ചെടികൾ കുളം കവർ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന കാരണം ചൂട് കാലത്ത് വെള്ളം ഇവാപ്പറേറ്റ് ആയി പോകാതെയും വെള്ളത്തിന്റെ ടെമ്പറേച്ചർ വർദ്ധിക്കാതെയും നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട്. മഴ സീസണിൽ ഈ ചെടികളിൽ നിന്ന് കുറച്ചൊക്കെ ഞങ്ങൾ മുറിച്ച് കളഞ്ഞ് ക്ലിയർ ആക്കാറുണ്ട്. മീനിന്റെ വിസർജ്യത്തിൽ നിന്നുണ്ടാകുന്ന അമോണിയ ചെടികൾ വലിച്ചെടുത്ത് അത് ശക്തിയായിട്ട് വളരുകയും മീൻ ആവശ്യമായ ഓക്സിജൻ ഇതിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ കുളത്തിലെ വെള്ളത്തിന് ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാകാതെ നിയന്ത്രിക്കാനും ഇതുമൂലം കഴിയുന്നു. അതോടൊപ്പം കുളത്തിനൊരു നാച്ചുറൽ ഫീൽ ലഭിക്കുന്നുമുണ്ട്. തവളകളും ഇഴജന്തുക്കളും ഒന്നും ഇതിനുള്ളിലേക്ക് കടക്കാതിരിക്കാനാണ് ഈ നെറ്റ് ചുറ്റിനും ഫിക്സ് ചെയ്തിരിക്കുന്നത്. കുളത്തിന്റെ അടുത്തിട്ട് ഒരു സൈഡിലേക്ക് നല്ല സ്ലോപ്പിൽ ചരിച്ചു വാർത്തിരിക്കുന്നതുകൊണ്ട് മീനിന്റെ അവശിഷ്ടങ്ങൾ ആ സ്ലോപ്പിലേക്ക് അടിഞ്ഞിടക്കുകയും വർഷത്തിൽ 1-2 പ്രാവശ്യം ഞങ്ങൾ അത് സക്ക് ചെയ്ത് കളയുകയും ചെയ്യുന്നുണ്ട്. മീനിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ കുളത്തിന്റെ അടിത്തട്ടിൽ നാച്ചുറൽ സ്റ്റോൺ ഉപയോഗിച്ച് ഞങ്ങൾ പൊത്തുകളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കുളത്തിനുള്ളിലുള്ള ഈ ബോക്സിന് മുകളിലായി സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ കമ്പി ഉപയോഗിച്ച് കുളം മൊത്തമായി കവർ ചെയ്ത് ഒരു ഗ്രില്ല് ഉണ്ടാക്കിയിട്ടുണ്ട്. വീടിനടുത്തായതുകൊണ്ടും കുളത്തിന് 10 അടി താഴ്ച ഉള്ളതുകൊണ്ടും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഈ ഗ്രില്ല് ഉണ്ടാക്കിയിരിക്കുന്നത്. കൊക്കുകളും മീനിനെ തിന്നാനായി വരുന്ന പക്ഷികളും ഒന്നും ഇതിനുള്ളിലേക്ക് കടക്കാതിരിക്കാനാണ് ഈ നെറ്റ് ഇട്ട് കുളം മൊത്തമായിട്ട് കവർ ചെയ്തിരിക്കുന്നത്. ഈ മീന് തീറ്റയായിട്ട് പ്രധാനമായിട്ട് ഞങ്ങൾ കൊടുക്കുന്നത് ഞങ്ങൾ കഴിക്കുന്ന ചീരച്ചേമ്പിൻ്റെ ഇല, ചായമഴ്സി എന്ന ഒരു ചീരയുടെ ഇല, പപ്പായയുടെ ഇല, പിന്നെ ഒരു ചെറിയ കുളത്തിൽ ഞങ്ങൾ അസോള വളർത്തുന്നുണ്ട്, അതും വല്ലപ്പോഴും ഒക്കെ കൊടുക്കും. പിന്നെ ഞങ്ങൾ ഈ പായലിൻ്റെ വേരും മീൻ കഴിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതുകൂടാതെ ഞങ്ങളുടെ കൃഷി സ്ഥലത്ത് എല്ലാ സീസണിലും എന്തെങ്കിലുമൊക്കെ പഴം ലഭിക്കുന്നുണ്ട്. ആ പഴം ഞങ്ങൾ കഴിച്ചതിൻ്റെ ബാക്കി വരുന്നത് അവയ്ക്ക് കൊടുക്കും. പിന്നെ ധാരാളമായി ഞങ്ങൾക്ക് കിട്ടുന്ന ചക്ക, പപ്പായ എന്നിവയൊക്കെ മീന് തീറ്റയായിട്ട് കൊടുക്കും. ഞങ്ങളുടെ ഡ്രാഗൺ ഫ്രൂട്ട് വരെ ഞങ്ങളിതിന് തീറ്റയായിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പച്ചിലകളും പഴങ്ങളും മാത്രം കഴിച്ച് ജീവിക്കുന്ന മത്സ്യങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. ജയൻറ്റ് ഗൗരാമി, തിലോപ്പിയ എന്നീ മത്സ്യങ്ങളാണ് ഇപ്പോൾ ഈ കുളത്തിലുള്ളത്. മഴയിൽ നിന്ന് ലഭിക്കുന്ന ജലം മാത്രമാണ് ഈ കുളത്തിലെ ജലസ്രോതസ്. ഈ കുളത്തിലേക്ക് മറ്റൊരു രീതിയിൽ ഞങ്ങൾ വെള്ളം എത്തിച്ചു കൊടുക്കാറില്ല. ഈ വേനലിൻ്റെ അവസാന സമയത്ത് കുളത്തിലെ വെള്ളം 1-1.5 അടി താഴ്ന്നിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും വേനൽ മഴ ലഭിച്ചപ്പോൾ അത് തിരിച്ച് പഴയ ലെവലാകുകയും ചെയ്തു. ഈ കുളത്തിലെ ജലനിരപ്പ് മുകളിൽ നിന്ന് 1 അടി താഴ്ത്തി ഞങ്ങൾ ക്രമീകരിച്ചിരിക്കുകയാണ്. കൂടുതൽ വെള്ളം വന്നാൽ അത് പുറത്തേക്ക് കളയാനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വീടിനടുത്താണെങ്കിലും ഈ മീൻ കുളത്തിൻ്റെ ചീത്ത സ്മെല്ലൊന്നും ഞങ്ങൾക്ക് കിട്ടാറില്ല. ഞങ്ങളുടെ വീടിന് ചുറ്റും ധാരാളം മരങ്ങളുള്ളത് കൊണ്ടും കുളത്തിലെ വെള്ളത്തിൻ്റെ ലഭ്യത കാരണവും എപ്പോഴും ധാരാളം പക്ഷികൾ ഞങ്ങളുടെ ഈ കോമ്പൗണ്ടിൽ കാണാറുണ്ട്. മിക്കവാറും എല്ലാ സീസണുകളിലും ഈ കിളികൾക്ക് കഴിക്കാനുള്ള ചെറിയ പഴങ്ങൾ ഈ കോമ്പൗണ്ടിൽ നിന്ന് അവർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ ഞങ്ങളിൽ നിന്ന് സ്ഥിരമായിട്ട് റേഷനായി കഴിക്കാൻ വരുന്ന പക്ഷികൾ ഈ കൂട്ടത്തിലുണ്ട്. ഞങ്ങളുടെ ഈ കോമ്പൗണ്ടിൽ ഈ മരങ്ങളും പക്ഷികളും മത്സ്യങ്ങളും ഒക്കെ ഉള്ളതിനാൽ രാവിലെ ഞങ്ങൾ ഉറക്കമുണർന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ നല്ലൊരു വൈബ് ലഭിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മത്സ്യക്കുളത്തിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇത് കൂടാതെ ഇതിന് തൊട്ട് മുമ്പ് ഞാൻ എൻ്റെ മഴവെള്ള സംഭരണിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു, അതും കാണണം. അപ്പോൾ ഓക്കെ, താങ്ക് യു.